വെനിസ്വലയെ ആക്രമിച്ച് വെനിസ്വലയുടെ പ്രസിഡന്റിനെ അമേരിക്ക തട്ടിക്കൊണ്ടുപോയി, തൂക്കിയെടുത്തോണ്ടുപോയി. അതിൽ നിന്ന് നമ്മൾ ബിസിനസ്സുകാർ പഠിക്കേണ്ട ഒരു അടിപൊളി പാഠമുണ്ട്. എന്താണെന്നറിയാമോ? ഞാൻ പറയാം. വെനിസ്വല എന്ന് പറയുന്നത് എണ്ണ കൊണ്ട് ഏറ്റവും സമ്പന്നമായ ഒരു രാഷ്ട്രമാണ്. അതായത് സൗദിയേക്കാൾ കൂടുതൽ എണ്ണ സമ്പത്തുള്ള രാജ്യം. ആ രാജ്യത്ത് കിട്ടുന്ന ഓയിൽ എന്ന് പറയുന്നത് സൗദിയേക്കാൾ കുറച്ചുകൂടെ കട്ടി കൂടിയ ഒരു ഓയിലാണ്, അതായത് ഹെവി ഓയിൽ. ആ ഹെവി ഓയിലിനെ നേർപ്പിക്കണം, അതിനുള്ള പ്രോസസ്സുകളിലൂടെ കടത്തിവിട്ട് ആ ഒരു ഫാക്ടറീസിലുള്ള ഇത് കടന്നു പോയിട്ടാണ് ഇത് നോർമൽ വിൽക്കാൻ പറ്റുന്ന ക്രൂഡ് ഓയിൽ ആയിട്ട് ഇത് മാറുന്നത്. അപ്പൊ ആ ഒരു പ്രോസസ്സിന് ഉണ്ടായിരുന്ന കമ്പനികൾ, ടെക്നോളജി, ടെക്നീഷ്യൻസ് ഒക്കെ ഇപ്പോഴത്തെ പ്രസിഡന്റ് വന്നപ്പോൾ തൂക്കിയെടുത്ത് കുറയുന്നതിനെ പുറത്ത് വന്നു. അതായത് സ്കിൽഡ് ആയിട്ടുള്ള പണി എടുത്തുകൊണ്ടിരിക്കുന്ന കൃത്യമായ പണി അറിയാവുന്നവരെ തൂക്കിയെടുത്ത് പുറത്ത് വന്നിട്ട് സ്വന്തം പാർട്ടിക്കാരെ, സ്വന്തം ആൾക്കാരെ, അയാൾക്ക് അഴിമതി നടത്താൻ പറ്റിയ ആൾക്കാരെല്ലാം കൂടെ കുത്തി നിറച്ച്, അതായത് പണി അറിയാത്ത കുറെ മണ്ണുണ്ണികളെ പിടിച്ച് ഇതിന്റെ അകത്തോട്ട് സ്വന്തം ആൾക്കാരെന്ന് പറഞ്ഞ് കുത്തിക്കയറ്റി. അങ്ങനെ കുത്തിക്കയറ്റിയിട്ട് സ്വന്തമായ അഴിമതി നടത്തിക്കൊണ്ടിരുന്നു. മാത്രമല്ല ഈ പ്ലാന്റുകളുടെ മെയിൻ്റനൻസ് കാര്യങ്ങൾ, അതിന്റെ ഇംപ്ലിമെന്റ് ചെയ്യുക, അതിനെ വലുതാക്കുക, ഇതൊന്നും ചെയ്തില്ല. പകരം ഊറ്റിക്കൊണ്ടിരുന്നു. പല ബിസിനസ്സുകാരും ചെയ്യുന്ന പരിപാടി ഇതാണ്. സ്വന്തം ആൾക്കാരെ പിടിച്ച് കുത്തിക്കയറ്റി ഇതിന്റെ അകത്ത് കിട്ടും. അങ്ങനെയുള്ള ആ മണ്ണുണ്ണികളെല്ലാം കൂടെ അവസാനം നമ്മുടെ കമ്പനിയെ കുത്തുവാള എടുപ്പിച്ചു കഴിഞ്ഞ് നമ്മളെ ഈ ബാങ്ക് വന്ന് ട്രംപ് തൂക്കിയെടുത്തോണ്ട് പോയ പോലെ നമ്മളെ അടപടലം എടുത്തോണ്ട് പോകും. സോ എപ്പോഴും സ്കില്ലുള്ളതിന് പ്രാധാന്യം കൊടുക്കുക, അല്ലാതെ സ്വജനപക്ഷപാതം എപ്പോഴും ബിസിനസ്സിൽ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് മറ്റേ പ്രസിഡന്റിന്റെ അവസ്ഥയായിരിക്കും. ഇങ്ങനെ കയ്യെ വില കിട്ട് നമ്മൾ വല്ല മുന്നിലേക്കും പോയി ഇരിക്കേണ്ടി വരും. അതാണ് നമ്മൾ ഇതിൽ നിന്ന് പഠിക്കാനുള്ള പാഠം. Life never be the same again.